ഞാൻ ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 കണ്ടു. പുതിയ ഈ ഒരു രക്തരക്ഷസ് ചാപ്റ്റർ 1 കാണാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ്. എനിക്ക് തോന്നുന്നു 1986 തോന്നുന്നു, 85-86 ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് തളിപ്പറമ്പിൽ രക്തരക്ഷസ് നാടകം അരങ്ങേറുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ജീപ്പിൽ അനൗൺസ്മെൻറ്റ് പോകുന്ന ആ ഒരു വാഹനം, അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ യാദൃശ്ചികമായിട്ട് എന്താണെന്ന് പറയാം, ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അവിടെ കുറേ ആൾക്കാർ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇടവേളകളിലൊക്കെ ആ മതിൽക്കെട്ടിൻ്റെ അടുത്ത്, ഗേറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അതുപോലെ ഉള്ള ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ല. വലിയൊരു 7 അടി ഹൈറ്റും 6 അടി ഹൈറ്റും ഭയങ്കര ഫിഗേഴ്സുള്ള ആൾക്കാർ ഈ രക്തരക്ഷസ് നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളായിരുന്നു. പിന്നീട് എല്ലാ ദിവസവും അവരവിടെ ക്യാമ്പ് ചെയ്യുന്ന എല്ലാ ദിവസവും ഇടവേളകളിലും ഉച്ചക്കുള്ള ഫ്രീ ടൈമിലൊക്കെ ഞാൻ പോകും. അവിടുത്തെ ആർട്ടിസ്റ്റുകളായിട്ട് സൗഹൃദം ഉണ്ടാക്കും. പക്ഷേ ഒരു പ്രായപൂർത്തിയായ കുട്ടികൾക്ക് മാത്രമേ ഇക്കാലത്തും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ നാടകം കാണുവാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ എന്നെ ഈ നാടകത്തോടുള്ള അടങ്ങാത്ത വല്ലാത്തൊരാഗ്രഹം അന്ന് തൊട്ടേ ഉണ്ട്. എന്നെ നാടകം കാണിച്ചില്ല, അതിലെ ആർട്ടിസ്റ്റുകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഗ്രീൻ റൂമിൽ ഇരുത്തി അവരുടെ ഒരുക്കങ്ങളൊക്കെ എന്നെ കാണിക്കുകയുണ്ടായി. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അന്നൊക്കെ ഈ ഇരുമ്പ് കസേരൻ്റെ അടിയിലൊക്കെയാണ് ഈ സ്പീക്കറൊക്കെ വെച്ചിട്ട് അന്ന് തന്നെ ഈ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ നാടക അവതരണം നടന്നത്. കലാനിലയം എന്ന് പറയുന്നത് മലയാള നാടക ചരിത്രത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാചരിത്രം രചിച്ച ഒരു നാടക സംഘമാണ് കലാനിലയം. കാരണം വർഷങ്ങൾക്ക് മുമ്പേ സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയം കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന, കലാനിലയം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ രൂപപ്പെടുത്തി. നമ്മൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥിരം നാടകവേദി, ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണുക എന്ന് പറയുന്ന ആ പ്രായോഗികത നടപ്പിലാക്കിയ ഒരു വലിയ മനുഷ്യനാണ് കലാനിലയം കൃഷ്ണൻ നായർ. ഇപ്പോഴും കലാനിലയത്തിന് ശേഷം പിന്നീട് ഒരുപാട് ജനകീയ നാടക പ്രസ്ഥാനങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടായെങ്കിലും ഒരു സ്ഥിരം നാടകവേദി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 2003 വീണ്ടും കലാനിലയം പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇതേ എറണാകുളത്ത് വെച്ചിട്ട് ആ നാടകം കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാനും കലാനിലയത്തിൽ അഭിനയിക്കുവാൻ വേണ്ടി അവസരം ചോദിച്ച് പോയതായിരുന്നു. പക്ഷേ ആ സമയത്തുള്ള കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും 2025 ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അതിമനോഹരമായ തിയേറ്റർ സങ്കല്പം, AC തിയേറ്റർ അടക്കം വെച്ചുകൊണ്ട് പഴയ ഞാൻ 2003 കണ്ടതിനേക്കാളും കൂടുതൽ മാറ്റങ്ങളോടെ, സാങ്കേതിക മികവോടെ ഒക്കെ അതിൻ്റെ സംഗീതമായാലും അതിൻ്റെ ഡിസൈനിങ്, അത് ഒരുപക്ഷെ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ നാടകത്തെ ഇത്രയധികം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാകൂ. എന്നെപ്പോലെ നാടകത്തെ അത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള ജൈവകല, കാരണം നമുക്കറിയാം റീലിൻ്റെ കാലമാണ്, മറ്റ് ഡിജിറ്റൽ അതൊക്കെ മീഡിയമൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിലേക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൈവകല നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം 3 മണിക്കൂർ ആലോചിച്ച് നോക്കൂ, മൊബൈൽ ഫോൺ പോലും നോക്കാതെ മറ്റൊരു ലോകത്തേക്കായിരുന്നു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇവിടെ നാടകം കണ്ടു. അപ്പോൾ എത്രത്തോളമാണ് ഈ ജൈവകലയുടെ പ്രസക്തി. ഞാൻ 1 വർഷം മുമ്പേ എൻ്റെ ഒരു അമേരിക്കൻ യാത്ര നടത്തിയപ്പോഴും ഞാൻ അവിടെ ബ്രോഡ്വേയിൽ വെച്ചിട്ട് കുറേ നാടകങ്ങൾ കണ്ടു. ഇപ്പോഴും അവിടെ നാടകത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു വലിയൊരു വീണ്ടും അനന്തപത്മനാഭട്ടൻ്റെ നേതൃത്വത്തിൽ ഈ കലാനിലയം ഏരീസ് എന്ന് പറയുന്നൊരു വലിയൊരു ഗ്രൂപ്പ് കലാനിലയത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നാടകങ്ങൾ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. കുട്ടികളടക്കം വന്ന് എന്താണ് ജൈവകലയുടെ, നാടകം എന്ന് പറഞ്ഞ കലയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഇതാരും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു വലിയ ചരിത്രമാണ്, മലയാള നാടകത്തിൻ്റെ ചരിത്രം തന്നെയാണ് കലാനിലയം. അത് പ്രത്യേകിച്ചും രക്തരക്ഷസ് ഒരുപക്ഷെ ചാപ്റ്റർ 2 വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായും ഈ വർഷത്തിലെ കേരള പര്യടനം പൂർത്തിയാകുമ്പോൾ അടുത്ത സീസണിലേക്ക് രക്തരക്ഷസ് ചാപ്റ്റർ 2 അതുപോലെ തന്നെ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മഹാനാടകവുമായി ഏരീസ് കലാനിലയത്തിലേക്ക് വരാൻ സാധിക്കട്ടെ. എന്തായാലും
നാടകത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏരീസ് കലാനിലയം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എന്താ പറയുക, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൽ അഭിനയിച്ച മുഴുവൻ നടീനടന്മാരും, ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ആശംസകളും അറിയിക്കുന്നു.